ഐ ഗെസ് വെൽക്കം ബാക്ക്. ഫസ്റ്റ് ട്രേഡ് ലോസ് ആയാൽ മതി, മൈൻഡ് ഫുൾ കൊളാപ്സ് ആകും. പിന്നെ പ്ലാൻ മറക്കും, റിസ്ക് മറക്കും, ലോജിക്ക് മറക്കും, പിന്നെ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, അങ്ങനെ നമ്മുടെ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എങ്ങനെ ആ ഒരു ഇമോഷണൽ കൺട്രോൾ നമ്മുടെ ട്രേഡിങ്ങിൽ കൊണ്ടുവരാം, എസ്പെഷ്യലി നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നഷ്ടമാകുന്ന സമയത്തുള്ള ആ ഒരു ഇമോഷണൽ പെയിൻ, ആ ഒരു ഈഗോ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ദ റിയൽ പ്രോബ്ലം: വൺ സ്മോൾ ലോസ്, മൈൻഡ് സെറ്റ് ക്രാഷസ്. ഒരു ചെറിയൊരു നഷ്ടം വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഷോ ഇതൊന്നൊരു കഷ്ടം, ഇങ്ങനൊരു നഷ്ടം ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ആ നിമിഷം നമ്മുടെ മനസ്സാകെ ഇടിഞ്ഞു പോകും, നമ്മളാകെ നിരാശരാകും. അവിടെ നമ്മുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. അവിടെയാണ് ഈഗോ വരുന്നത്. ഈ സമയത്ത് ഈഗോ തലപൊക്കും, എനിക്കിത് തിരിച്ചു പിടിക്കണം, എത്രയും പെട്ടെന്ന് ഈ ഒരു നഷ്ടം നികത്തണം എന്ന ചിന്ത വരും. ഒരു നഷ്ടം സംഭവിച്ചാൽ അത് അംഗീകരിക്കാൻ നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാകും. ഈ തിടുക്കത്തിൽ നമ്മൾ ഓവർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതെന്താണ് ഓവർ ട്രേഡിംഗ് സ്റ്റാർട്ട്? ലോജിക് ഗോൺ. ഒരു ലോജിക്കും ഇല്ലാതെ നമ്മൾ ട്രേഡുകൾ കൺസിഡർ ചെയ്യും. അതായത് ആവശ്യമില്ലാതെയും കൃത്യമായ പഠനമില്ലാതെയും ഒരുപാട് ട്രേഡുകൾ ചെയ്യും. ഇവിടെ നമ്മുടെ യുക്തി, ലോജിക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ അറിവും നമ്മുടെ നോളജും എല്ലാം നമ്മൾ മറന്നുപോകും. വെറും ഇമോഷൻ്റെ പുറത്ത് മാത്രമായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ, ട്രേഡിംഗ് ഡിസിഷൻസ് നമ്മളവിടെ എടുക്കുക. അവസാനം നമ്മളെന്താണ്, റിവഞ്ച് ട്രേഡിങ്ങിലോട്ട് പോകും. ഇത് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് തന്നെ വൈപ്പ് ഔട്ട് ആകാനുള്ള കാരണം, ഞാൻ മാർക്കറ്റിനോട് പകരം വീട്ടും, എനിക്കിത് തിരിച്ചു പിടിക്കണം എന്ന വാശിയായിരിക്കും പിന്നീട്. ഈ അവസ്ഥയിൽ നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും തെറ്റായിരിക്കും. ചെറിയ നഷ്ടങ്ങൾ വലിയ നഷ്ടങ്ങളായിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആകാനും കാരണമാകും. പാർട്ട് 2: എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഗോ തന്നെയാണ്. ഈഗോ വെസ് ലോജിക്. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈഗോയെ മുൻനിർത്തിയാണ് നമ്മൾ പല ഡിസിഷൻസും എടുക്കുന്നത്. നമ്മുടെ ലോജിക്കിനെ അവിടെ മാറ്റി വെച്ച് ഈഗോ ആയിരിക്കും മുൻപുണ്ടായിരിക്കുക. ഞാനൊരു സ്മാർട്ടായിട്ടുള്ള ട്രേഡറാണ്, എനിക്കിത് സംഭവിച്ചുകൂടാ, ലോസ് സംഭവിച്ചുകൂടാ എന്നുള്ള ചിന്തകൾ വരും. ഇത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മളെ തടയും. നമ്മൾ പഠിച്ച എല്ലാ പ്ലാനുകളും എല്ലാ സെറ്റപ്പുകളും എല്ലാ കാൻഡൽസ്റ്റിക് ചാർട്ടും എല്ലാ ചാർട്ട് പാറ്റേൺസ് ഒക്കെ നമ്മൾ നമ്മുടെ ഈഗോൻ്റെ മുമ്പിൽ ഒന്നും അല്ലാതാവും. രണ്ടാമത്തെ കാര്യം, നോ ഡെയിലി സ്റ്റോപ്പ് ലോസ് റൂൾ. പല ട്രേഡേഴ്സിനും ഇങ്ങനെയുള്ള ഒരു സ്റ്റോപ്പ് ലോസ് റൂൾ ഉണ്ടാകില്ല. അതായത് ഒരു ദിവസം എത്ര രൂപ നഷ്ടം വന്നാൽ എൻ്റെ ട്രേഡ് നിർത്തണം എന്നുള്ളൊരു പരിധി അവിടേക്ക് ഉണ്ടാകില്ല. ഈ ഒരു റൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെറിയ നഷ്ടങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നില്ല. ഒരു നഷ്ടം വരുമ്പോൾ അത് വീണ്ടും തിരിച്ചു പിടിക്കാൻ വീണ്ടും ട്രേഡ് ചെയ്യും. അങ്ങനെ നഷ്ടം വലുതായിക്കൊണ്ടേയിരിക്കും. ഒരു ബ്രേക്ക് ഇല്ലാത്ത ഒരു കാർ ഓടിക്കുന്ന പോലെ ആയിരിക്കും പല ആൾക്കാരുണ്ടായിരിക്കുക. കാരണം അവിടേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് റൂൾ അവിടെ ഉണ്ടാകില്ല. പിന്നെയുള്ളൊരു കാര്യം, ഇൻക്രീസ് ലോട്ട് സൈസ് ടു റിക്കവർ. ഒരു ലോസ് വന്നാൽ പിന്നെ അത് എത്രയും പെട്ടെന്ന് അത് ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ലോട്ട് സൈസ് കൂട്ടുന്നത്. സാധാരണ എടുക്കുന്നതിനെക്കാട്ടിയും വലിയൊരു ലോട്ട് സൈസ് എടുക്കും, അതായത് ആ ഒറ്റ ട്രേഡിൽ റിക്കവർ ചെയ്യും എന്നുള്ള രീതിയിൽ അത് വീണ്ടും വലിയ നഷ്ടങ്ങളോട്ട് പോകും. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണിത്. പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെയുള്ളൊരു കാര്യം, നമ്മൾ ട്രേഡ് വിത്ത് ഇമോഷൻ നോട്ട് സിസ്റ്റം. നമ്മളൊരു ട്രേഡിംഗ് സിസ്റ്റം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. നമ്മളെല്ലാ കാര്യങ്ങളും വളരെ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മളൊരു മോശം ദിവസം വരുന്ന സമയത്ത്, ഒരു നഷ്ടം വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിസ്റ്റത്തെ മറന്നിട്ട് ഇമോഷൻസ് കൊണ്ടുള്ള ട്രേഡുകൾ ചെയ്യും. പേടി, ഹോപ്പ്, ദേഷ്യം, ഇതൊക്കെ വരും നമ്മുടെ ഇമോഷൻസ്. അതൊക്കെ നമ്മുടെ ട്രേഡിംഗ് ഡിസിഷനെ സ്വാധീനിക്കും. ആൻഡ് ഇതൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത ട്രേഡിങ്ങിലോട്ട് നിങ്ങളെ നയിക്കും. അത് വലിയ നഷ്ടങ്ങളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യമാണ് നോ പ്രിപ്പറേഷൻസ് ഫോർ ബാഡ് ഡേയ്സ്. എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. ലോസ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഇത് മുൻകൂട്ടി കണ്ട് നമുക്ക് ലോസ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ പറ്റി ഒരു വ്യക്തമായ പ്ലാൻ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്, ടോട്ടലി നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ കൊളാപ്സ് ആവും. അപ്പോൾ ഒരു ലോസ് വരുന്ന ദിവസത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കൊരു മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് മാക്സിമം ഡെയിലി ലോസ് ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ 1000. അതായത് ഒരു ദിവസത്തെ മാക്സിമം ലോസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നതാണ്. അത് ആ ഒരു ദിവസം നിങ്ങൾക്ക് 1000 നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ട്രേഡിങ് അവസാനിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു റൂള്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡേയ്സ് പെർ ഡേ റൂൾ, 3 ട്രേഡ്സ് പെർ ഡേ റൂൾ. അതായത് ഒരു ദിവസം മാക്സിമം 3 ട്രേഡ്.
ഞാനിവിടെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. പേഴ്സണലി ഞാൻ ഒരു ട്രേഡ് മാത്രമേ ഒരു ദിവസം എടുക്കാറുള്ളൂ. അത് വിൻ ആണെങ്കിലും ലോസ് ആണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡ്സിൻ്റെ എണ്ണം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ട്രേഡുകൾ മാത്രം ഒരു ദിവസം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയുള്ളത് ഫിക്സ്ഡ് റിസ്ക് പെർ ട്രേഡ്, ഡോണ്ട് ഇൻക്രീസ് ആഫ്റ്റർ ലോസ്. ഓരോ ട്രേഡിലും നിങ്ങൾ എത്ര രൂപ റിസ്ക് എടുക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. അതായത് ഒരു നിശ്ചിത റിസ്ക്, ഒരു നഷ്ടം വന്നതിന് ശേഷം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ റിസ്ക് ഒരിക്കലും കൂട്ടാതിരിക്കാം. ഓക്കെ. പിന്നെ ഒരു ലോസ് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക. ടേക്ക് എ ബ്രേക്ക് ആഫ്റ്റർ എ ലോസ്. എൻ്റെ ഫേവറേറ്റ് ഒരു കാര്യമാണ്. എനിക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കും. ഒരു ഷോർട്ട് വാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യും. ഓക്കെ. പിന്നെയുള്ളത് ജേർണൽ എവറി ട്രേഡ്, ട്രാക്ക് ഇമോഷൻസ്. നിങ്ങളുടെ ഒരു ഡയറി എപ്പോഴും കീപ്പ് ചെയ്തിരിക്കുക. ലൈവ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിരിക്കുക. അത് പിന്നീട് നമുക്കത് ഹെൽപ്ഫുള്ളാകും. നമ്മൾ ഒരു മാസത്തേക്ക് കണ്ടിന്യൂസ്ലി എഴുതി വെച്ചിട്ട് ഒന്ന് ബാക്ക് ടെസ്റ്റ് പഴയ ഇമോഷൻസൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു, എന്തൊക്കെയാണ് ഞാൻ ചെയ്ത മെയിൻ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ബിൽഡിങ് എ സ്ട്രോങ് മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ട്രേഡിങ്ങിന് ഒരു ലോങ് ടേം ഗെയിമായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു ദിവസത്തെ ലോസ് അല്ലെങ്കിൽ 2 ദിവസത്തെ ലോസ് ഒന്നും നിങ്ങളുടെ ഓവറോൾ എഫിഷ്യൻസിനെ ഒരിക്കലും ബാധിക്കില്ല. വളരെ പേഷ്യൻസോടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാക്കാൻ വേണ്ടി നോക്കരുത്. ദെൻ പ്രോസസ് ഫോക്കസ്, നോട്ട് പ്രോഫിറ്റ് ഫോക്കസ്ഡ്. നിങ്ങളുടെ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക. ഒരിക്കലും പ്രോഫിറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് മുൻപോട്ട് പോകരുത്. നിങ്ങളുടെ റൂൾസുകൾ ഫോളോ ചെയ്യുക. നല്ല ശീലങ്ങൾ വളർത്തുക. പിന്നെ അക്സെപ്റ്റ് ലോസുകൾ എപ്പോഴും ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദി ബിസിനസ്സാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. അവോയ്ഡ് ഇമോഷണൽ ഡിസിഷൻ. സോ നമ്മളെപ്പോഴും ഇമോഷൻസ് ഡിസിഷനിൽ ഒരിക്കലും നമ്മൾ എടുക്കരുത്. നമ്മുടെ സിസ്റ്റത്തെയും നമ്മളുടെ നോളജിനെയും മാത്രം വിശ്വസിക്കുക. നമ്മുടെ ഇമോഷൻസ് എപ്പോഴൊക്കെ വരുന്നുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം ക്ലോസ് ചെയ്ത് ഒരു വാക്ക് പോകുക, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. ഇവൻ എനിക്കാണെങ്കിലും എത്ര പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇതുപോലുള്ള ഇമോഷണൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അവർ ഡിസിപ്ലിനോടെ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് സക്സസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സിംഗിൾ ലോസ് ഒരിക്കലും നമ്മുടെ ഒരു എൻ്റയർ ഡേനെ, ആ ഒരു ദിവസത്തെ മുഴുവൻ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ബ്ലെയിം ചെയ്യരുത്. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. സ്വന്തം തീരുമാനങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. സോ എപ്പോഴും ഓർക്കുക, നമ്മുടെ ഒരു മികച്ച ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ ട്രേഡിങ്ങിൽ വേണ്ടത്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ. താങ്ക് യു.